ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഡേ ആശംസിക്കുന്നു. പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നു. വിഷ് നൈസ് ഫ്യൂച്ചർ. ഓക്കെ, എല്ലാം കൊണ്ടും സൗഭാഗ്യമാവട്ടെ ലൈഫ് എന്ന് ആമുഖമായിട്ട് പറയുന്നു. ഇന്ന് SCERT സീരീസിലെ 10th SS പാഠപുസ്തകത്തിലെ സംസ്കാരവും ഒന്നാം ഭാഗത്തിലെ സംസ്കാരവും ദേശീയതയും, കൾച്ചർ ആൻഡ് നാഷണലിസം, അതിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഗുരുതരാ ചോദ്യങ്ങൾ അത് 10th +2 ഡിഗ്രി ലെവലിൽ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ദേശീയതയുമായി ബന്ധപ്പെട്ട വർത്തമാന പത്രങ്ങളുടെ കാര്യമാണ്. രാജാറാം മോഹൻ റോയിയുടെ സമ്പാദ് കൗമുദി, അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷ അദ്ദേഹം ഇറക്കിയ, ബംഗാളിൽ ഇറക്കിയ സമ്പാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ ഇറക്കിയ മിറാത്തുൽ അക്ബർ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. ഈ വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവയെ നിയന്ത്രിക്കാൻ വേണ്ടി 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയതാണ് പ്രാദേശിക പത്ര നിയമം. ലിട്ടൺ പ്രഭു ആണ് 1878 നടപ്പിലാക്കിയത്. ഏത്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. അതിന് വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് ഇംഗ്ലീഷ് പറയും. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ അവിടെയാണ്. അതായത് കർശനമായിട്ട് ഓരോ പ്രാദേശിക ഭാഷയിലും പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും കർശനമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ ഈ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതാണ് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകട്ടെ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. വിദ്യാഭ്യാസം ദേശത്തിന്. ഇന്ത്യയിൽ മതിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. കേശബ് ചന്ദ്ര സെൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്. വീരേശലിംഗം. ഇത് കോഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ അടുത്ത കാലത്തുള്ള ചോദ്യപേപ്പറിലൊക്കെ ഉദ്ധരണികൾ വ്യാപകമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പ്രസ്താവിച്ചത് രാജാറാം മോഹൻ റോയ്. നമുക്കറിയാം, രാജാറാം മോഹൻ റോയ് എന്ന പേര് ഗുരുതരാ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാ നിലക്കും രാജാറാം മോഹൻ റോയുമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എങ്കിലും ഒരിക്കൽ കൂടെ പറയാണ്. രാജാറാം മോഹൻ റോയ് ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനിക വൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാൾ. രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനിക വൽക്കരണത്തിനായിട്ട് വാദിച്ച ആദ്യത്തെയാൾ. സതി എന്ന ദുരാചാരത്തെ ശക്തമായിട്ട് എതിർത്ത വ്യക്തി രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത് ബ്രഹ്മസമാജം. അതുപോലെ തന്നെ അദ്ദേഹം ആരംഭിച്ച പത്രങ്ങൾ, അദ്ദേഹം ആരംഭിച്ച 2 പത്രങ്ങൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു. ഒന്ന്
സമ്പാദ് കൗമുദി, ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സമ്പാദ് കൗമുദി, അതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ. അപ്പൊ രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ചോദ്യം പറഞ്ഞത്, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പ്രഖ്യാപിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്ന് പ്രഖ്യാപിച്ചത് കേശബ് ചന്ദ്ര സെൻ. ഓക്കെ, പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്ന് പറഞ്ഞത് കേശബ് ചന്ദ്ര സെൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് വീരേശ ലിംഗം. ഈ 3 കോഡ്സും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക ഓരോന്ന് കേട്ടോ. ഓക്കെ, പിന്നെ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെയും ആവശ്യകതയെയും കുറിച്ച് വിവിധ സാമൂഹിക പരിഷ്കർത്താക്കൾക്കുള്ള കാഴ്ചപ്പാടുകളാണിത്. വിദ്യാഭ്യാസം എന്തിനെല്ലാം സഹായകരമാകും, അത് നമുക്കത്ര ഇതില്ല, വൺ വേർഡുകളല്ലല്ലോ. നോക്കൂ, ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയ ബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗം. ദേശീയ ബോധം വളർത്താനുള്ള ഒരു പ്രധാന മാർഗമായിട്ട് കണ്ടതാണ് എന്ത്, അവര് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ദേശീയ വിദ്യാലയങ്ങളുടെ സ്ഥാപനത്തിലൂടെ ദേശീയ ബോധം വളർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമായിട്ട് അവർ കണ്ടു. അതിലൂടെ മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗക്കാർക്കും നൽകാനും കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കൂ, 1884 GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, ഒരിക്കൽ കൂടി ശ്രദ്ധിക്കട്ടെ ആ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതുപോലെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മറ്റു കാര്യം പറഞ്ഞത്, ഇവരുടെ ഈ 3 പ്രധാനപ്പെട്ട വ്യക്തികൾ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. അത് സ്ഥാപിച്ചത് പൂനെയിലാണ്. ആരൊക്കെ? GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, അതുപോലെ തന്നെ മഹാദേവ ഗോവിന്ദ റാനഡെ. പിന്നെ അതിൻ്റെമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ആദ്യമായിട്ട് വനിതാ സർവകലാശാല സ്ഥാപിച്ച വ്യക്തി DK കാർവെയാണ്. ഓക്കെ, ആ പോയിന്റുകൾ ജസ്റ്റ് ഇന്നലെ പറഞ്ഞു പോയി കഴിഞ്ഞതാണ്, മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസവും ബന്ധപ്പെട്ട ലാസ്റ്റ് പോയിന്റ് പറയുമ്പോൾ, വിദ്യാഭ്യാസം ബന്ധപ്പെട്ടിട്ടുള്ള നോക്കുക, അടുത്ത് ശ്രദ്ധിക്കുക. നയീം താലീം എന്ന് പറഞ്ഞാൽ ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി നയീം താലീം അഥവാ നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1937 വാർത്താ സമ്മേളനം ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സാക്കിർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അതായത് ആദ്യം വിദ്യാഭ്യാസം നൽകുമ്പോൾ തീർച്ചയായിട്ടും ഉൽപാദനക്ഷമമായ എന്തെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി വേണം. അതായത് ഗാന്ധിജിയുടെ ആശയം എപ്പോഴും എന്തായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. ഗാന്ധിജിയുടെ ആശയം, വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള മഹാത്മജിയുടെ ആശയം എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്
ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 8 മുതൽ 14 വയസ്സ് വരെ നമ്മൾ എന്ത് വിഭാവനം ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. അത് മാതൃഭാഷയിലായിരിക്കണമെന്നും പ്രഖ്യാപിച്ച വ്യക്തിയാണ് രാഷ്ട്രപിതാവായ മഹാത്മജി. ഇനി ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി, അതായത് 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന ഈ പദ്ധതി വിഭാവനം ചെയ്തത് മഹാത്മജി. അപ്പോൾ ഈ പദ്ധതിയെ നയി താലീം എന്ന് പറഞ്ഞ പുതിയ എന്ന് അറിയാലോ. അപ്പോൾ എന്താണ് നയി താലീം? 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന ആ ആശയത്തെയാണ് നയി താലീം എന്ന് പറയുന്നത്. അത് വിഭാവനം ചെയ്തത് ഗാന്ധിജി. നയി താലീം വിഭാവനം ചെയ്ത വ്യക്തി ഗാന്ധിജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1937 വാർധാ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സാക്കിർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. വാർധാ സമ്മേളനം 1937. ആ വാർധാ സമ്മേളനത്തിൽ ഈ നയി താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആരുടെ കീഴിൽ? ഡോക്ടർ സാക്കിർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ഡോക്ടർ സാക്കിർ ഹുസൈൻ ആണ് കമ്മിറ്റിയുടെ നേതാവ്, കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഏത് കമ്മിറ്റിയുടെ? നയി താലീം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ 1937 കോൺഗ്രസിന്റെ വാർധാ സമ്മേളനം നടന്ന വർഷം 1937. അതിൽ ചർച്ച ചെയ്യപ്പെട്ട പദ്ധതി നയി താലീം വിഭാവനം ചെയ്തത് മഹാത്മജി. ആ നയി താലിയെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ സാക്കിർ ഹുസൈൻ. ഇത്രയും പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കട്ടോ. ഓക്കെ, ഇനി നോക്കൂ പറഞ്ഞ കാര്യങ്ങൾ. നെക്സ്റ്റ് ദേശീയ വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളാണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ഈ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം: മതേതരത്വം, ദേശീയത, സ്ത്രീകളുടെ ഉന്നമനം, അന്തർദേശീയത, പാരമ്പര്യ കലകളുടെ പുനരുദ്ധാരണം. ഓരോന്നുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വീണ്ടും പഠിക്കേണ്ടതുണ്ട്. ഓരോ സംഭവമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും മതേതര വിദ്യാഭ്യാസം ആണെങ്കിൽ ഒന്ന് ജാമിയ മില്ലിയ ആണ്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് DK കാർവയുടെ വനിതാ സർവകലാശാല. അങ്ങനെ ഓരോ സംഭവങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ദേശീയതയും സംസ്കാരവും എന്നുള്ള പാഠത്തിന്റെ പേര് ദേശീയതയും സംസ്കാരമാണല്ലോ. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള സകല ചിഹ്നങ്ങളും സകല അറിവുകളും ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള പ്രധാനപ്പെട്ട സമരായുധമായിട്ട് മാറ്റുക എന്നുള്ളതാണ് അക്കാലത്തെ ജനകീയ നേതാക്കളുടെ പ്രധാനപ്പെട്ട ശൈലി. ഇനി നോക്കൂ ഓരോന്നും. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും എതിരായ പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചു. ഇനി രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതികളിൽ ഇവ വായിച്ച മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഈ ദുരിതങ്ങൾ തങ്ങളുടേതു കൂടെയാണെന്ന് അനുഭവപ്പെട്ടു. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ വ്യവസ്ഥക്കെതിരായി പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്നു. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയവയിലൂടെ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു.
ഇത് ജനങ്ങളിൽ ചൂഷണ വിരുദ്ധ മനോഭാവവും സ്വന്തം രാജ്യത്തോട് ഇഷ്ടവും വളരുന്നതിന് കാരണമായി. മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷകൾ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായ ജനങ്ങളും സാക്ഷരരായ വരേണ്യ വർഗവും തമ്മിലുള്ള അന്തരം കുറച്ചു എന്നുള്ളതാണ്. അതായത് പുതിയ പുതിയ ഭാഗങ്ങൾ അവർ വായിച്ചു കഴിഞ്ഞപ്പോൾ, പുതിയ അറിവിന്റെ പുതിയ മേഖല തുറന്നപ്പോൾ അതൊക്കെ അവര് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് കാരണമായി. മാത്രമല്ല, രാജ്യത്ത് ഈ സാക്ഷരരായ വരണ്യവർഗം, ഉയർന്ന വർഗക്കാരും അതുപോലെ സാധാരണക്കാരും തമ്മിലുള്ള അന്തരം കുറിച്ചു എന്നുള്ളതാണ് വൺ വേർഡ് ആ ഭാഗത്ത് കുറവാണ്. പക്ഷെ അടുത്ത ഭാഗം നോക്കും. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആരെല്ലാമാണ്? തുടർന്ന് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദ മഠം ആണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെയാകെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. നോക്കൂ, ആദ്യമായിട്ട് പറയുന്ന ഒരു സംഗതി ഇതിനകത്ത് ശിശിർ കുമാർ ഘോഷ്, സത്യാനന്ദ ടാഗോർ, രണ്ട് പേരുകൾ. ശിശിർ കുമാർ ഘോഷ്, സത്യാനന്ദ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് വന്ദേ മാതരം എന്ന ഭാരതമാത എന്ന സങ്കല്പം. അപ്പോൾ ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുത്തിയത് ആരെല്ലാം എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുത്തിയ നാടകം ഏത്? ആ നാടകം രചിച്ചത് ശിശിർ കുമാർ ഘോഷ്, സത്യാനന്ദ ടാഗോർ. ശിശിർ കുമാർ ഘോഷ് ആൻഡ് സത്യേന്ദ്രനാഥ് ടാഗോർ ഇവരുടെ നാടകത്തിലൂടെയാണ് എന്ത് സങ്കല്പം വന്നത്? ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇനി അതിനെ തുടർന്ന് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി. അതായത് ഈ ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ അവരുടെ നാടകത്തിലൂടെയാണ് ആദ്യമായിട്ട് ഭാരതമാത എന്ന സങ്കല്പം വന്നത്. പിന്നീട് ബങ്കിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് നമുക്കറിയാം, തുടർന്ന് പറയുന്നുണ്ട്. അദ്ദേഹമാണ് വെറും ഒരു പാശ്ചാത്യ സാഹിത്യ രൂപം മാത്രമായ നോവല്. ആ നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള ഒരു പ്രധാന മാധ്യമം ആക്കി മാറ്റി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദ മഠം ആണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. പറയാതെ പറയുന്ന കാര്യം തന്നെയാണ്. ആനന്ദമഠം ആണല്ലോ. ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നാണ് വന്ദേ മാതരം, അറിയാലോ, വന്ദേ മാതരം എന്ന പുസ്തകം രചിച്ചത് മാഡം കാമ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാക്കിയായിരിക്കും. അതുപോലെ തന്നെ വന്ദേ മാതരം എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് ലാലാ ലജ്പത് റായ്. പക്ഷെ വന്ദേ മാതരം എന്ന ഗാനം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഈ 3 പോയിന്റ് വന്ദേ മാതരവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ആ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹം ഏത് നോവലിന്റെ ഭാഗമാണ്?
ആനന്ദമഠം എന്ന നോവലിന്റെ ഭാഗം. ആനന്ദമഠത്തിലെ പ്രധാന വിഷയം എന്താണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപമാണ് ആനന്ദമഠത്തിന്റെ പ്രമേയം. ഓക്കെ, അപ്പോൾ വന്ദേ മാതരം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് 3 ചോദ്യങ്ങൾ. വന്ദേ മാതരം പത്രത്തിന്റെ പത്രാധിപർ ലാലാ ലജ്പത് റായ്. വന്ദേ മാതരം എന്ന പുസ്തകം എഴുതിയത് മാഡം കാമ. വന്ദേ മാതരം എന്ന ഗാനം എഴുതിയിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, അദ്ദേഹം ഏത് ദേശക്കാരനാണ്? അദ്ദേഹത്തിന്റെ നാട് ബംഗാളാണ്. ബംഗാളി സാഹിത്യകാരനാണ്. അദ്ദേഹം തന്നെയാണ് ഒരു കേവലം പാശ്ചാത്യ സാഹിത്യ രൂപം മാത്രമായിരുന്നു നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള ഒരു മാധ്യമമാക്കി മാറ്റിയതൊക്കെ ആരെന്നെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക പോയിന്റുകൾ കേട്ടോ. ഇനി ബംഗാളി നാടകകൃത്തായ ദീനബന്ധു രചിച്ച നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചു. 100 കണക്കിന് വേദികളിൽ അരങ്ങേറിയ ഈ നാടകത്തെ വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷക കലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി. അപ്പോൾ ആദ്യ പോയിന്റ്, നീൽ ദർപ്പൺ രചയിതാവ് ദിനബന്ധു മിത്ര. നീൽ ദർപ്പൺ നാടകമാണ്. ആ നീൽ ദർപ്പൺ രചിച്ചിരിക്കുന്നത് ബംഗാളി നാടകകൃത്തായ ദിനബന്ധു മിത്ര. ഇതില് നീൽ ദർപ്പണിലെ പ്രധാന വിഷയം ഈ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ കുറിച്ചാണ് അതിലെ പ്രധാനമായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നത്. ഏതിൽ? നീൽ ദർപ്പൺ രചിച്ചിരിക്കുന്നത് ദിനബന്ധു മിത്ര. ഈ നീൽ ദർപ്പൺ അത് ചിത്രീകരിച്ചിരിക്കുന്ന നാടകം മാത്രമാണെങ്കിലും അതിന് കറക്റ്റ് ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് ആ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം, സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച പ്രസ്ഥാനം ഇന്ത്യൻ അസോസിയേഷൻ, സ്ഥാപകൻ സുരേന്ദ്രനാഥ് ബാനർജി, എൻ ബാനർജി. അദ്ദേഹം ഈ നീൽ ദർപ്പണിൽ പറഞ്ഞിരിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ഇന്ത്യയിലെമ്പാടും പ്രചരിച്ചു. അപ്പോൾ കേവലം ഒരു സാഹിത്യ കൃതി എന്നുള്ളതിലേറെ അന്നത്തെ കാലഘട്ടങ്ങളെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചതായിരുന്നു ഈ പറയുന്ന നാടകങ്ങൾ, അതുപോലെ തന്നെ കൃതികൾ. ആനന്ദ മഠം ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നീൽ ദർപ്പൺ ആണെങ്കിലും. ആനന്ദമഠം ആരാണെന്നറിയാലോ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. നീൽ ദർപ്പൺ ദിനബന്ധു മിത്ര. ഓക്കെ, അപ്പൊ രണ്ടിലും ബംഗാളിലെ കർഷകരുടെ പ്രമേയം തന്നെയായിരുന്നു. ബംഗാളിലെ കർഷകരുടെ സന്യാസി കലാപം, കർഷകർ നടത്തിയ സന്യാസി കലാപമാണ് നേരത്തെ പറഞ്ഞ ആനന്ദമഠത്തിന്റെ പ്രധാന വിഷയമെങ്കിൽ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ കുറിച്ചാണ് പിക്ചർ ചെയ്ത്. ഇതിനകത്ത് നീൽ ദർപ്പൺ രചിച്ചിരിക്കുന്നത് ദിനബന്ധു മിത്ര. ഓക്കെ, ഇനി ഇതിലെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത് സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ തന്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയും പാടിപ്പുകഴ്ത്തി. ഇന്ത്യ എന്ന ഏക രാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇവരുടെ രചനകൾ കാരണമായി. വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും തുളുമ്പുന്ന കൃതികൾ രചിച്ചു. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ആനന്ദമഠം ബങ്കിംചന്ദ്ര ചാറ്റർജി പോലെ സാരേ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. അദ്ദേഹം അദ്ദേഹം രചിച്ചിരിക്കുന്ന ഭാഷ, അദ്ദേഹത്തിന്റെ രചനാ ഭാഷ ഉറുദു ആണ്. അതിലും ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
ശക്തമായിട്ട് ജനങ്ങളിൽ ഒരു ഏക രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശക്തമായ ബോധം സൃഷ്ടിക്കാൻ കാരണമായ 3 കൃതികൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നാടകമാണെങ്കിൽ 4 പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഈ ഭാരതമാത തൊട്ടു മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പ്രത്യക്ഷപ്പെടുത്തിയ ആരാണ്? ശിശിർ കുമാർ ഘോഷ്, സത്യനാഥ ടാഗോർ. അറിയാം, തൊട്ടു മുന്നേ പറഞ്ഞാണ്. ഒരിക്കൽ പറയാണ്, ആനന്ദ മഠം രചിച്ചിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അതിലെ പ്രമേയം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപങ്ങൾ. അതുപോലെ തന്നെ ദിനബന്ധു രചിച്ചത് നീൽ ദർപ്പൺ. അതിലെ വിഷയം എന്ന് പറയുന്നത് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണങ്ങൾ. അതുപോലെ തന്നെ ഈ വന്ദേ മാതരം എന്ന ഗാനം ഏതിന്റെ ഭാഗമാണ്? ആനന്ദ മഠത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ പറഞ്ഞു നിർത്തിയ നമ്മള് സാരെ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ചിരിക്കുന്നത് ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അപ്പൊ ഇവരൊക്കെ ദേശീയതയെ ശക്തമായിട്ട് സ്വാധീനിച്ച സാഹിത്യകാരന്മാരാണ്. ഇനി ഇതിന് പുറമെ 3 പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് താഴെ പറയുന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കൂ. ഗോര ഗീതാഞ്ജലി രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഭാഷ ബംഗാളി. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഗീതാഞ്ജലി എല്ലാവർക്കും അറിയായിരിക്കാം. അവാർഡ് കിട്ടിയതാണല്ലോ, നോബൽ പ്രൈസ് സാഹിത്യത്തിനുള്ള. അതിന് പുറമെ ഗോര ഗീതാഞ്ജലി എന്നിവ രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ. അതുപോലെ തന്നെ സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. അതിന്റെ രചയിതാവ് പ്രേംചന്ദ്. അതുപോലെ തന്നെ അത് ഭാഷ ഹിന്ദിയാണ്. പാഞ്ചാലി ശബദം, കിളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് രചിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യ ഭാരതി. ഭാഷ തമിഴ്. തമിഴ് ഭാഷയിൽ സുബ്രഹ്മണ്യ ഭാരതി രചിച്ച 4 ഗ്രന്ഥങ്ങൾ. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് കേൾക്കുമ്പോൾ മലയാളം തോന്നുമെങ്കിലും പാഞ്ചാലി ശബദം സംഭവം അത് തമിഴാണ്. ആ ശൈലി ഇവിടെ മലയാളത്തിൽ കൊടുത്തു എന്നുള്ളൂ. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് രചിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യ ഭാരതി. ഭാഷ തമിഴ്. അതുപോലെ ഹിന്ദിയിൽ പ്രേംചന്ദ് എഴുതിയ സേവാ സദൻ, രംഗഭൂമി, ഗോദാൻ. സേവാ സദൻ രചയിതാവ് പ്രേംചന്ദ്. അതിനു പുറമെ പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. അതുപോലെ നമ്മുടെ ദേശീയ കവിയായ രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഗീതാഞ്ജലിക്ക് പുറമെ ഗോര. ഇവയെല്ലാം വിവിധ ഭാഷകളിൽ ദേശീയതയുടെ ആവിർഭാവത്തിന് കാരണമായ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഇവിടെ 10 പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു. ബംഗാളി ഭാഷയിൽ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഗോര ഗീതാഞ്ജലി, ഹിന്ദിയിൽ പ്രേംചന്ദ് എഴുതിയ സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. തമിഴ് ഭാഷയിൽ സുബ്രഹ്മണ്യ ഭാരതി എഴുതിയ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. ഇനി അതുപോലെ തന്നെ തൊട്ട് അടുത്തതിലും ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞ 10 പുസ്തകത്തിന് പുറമെ പറയുന്ന ഹയാത്തി സാദി, ഹയാത്തി ജവീദ്, അത് അൽതാഫ് ഹുസൈൻ ഹാലി എഴുതിയാണ്. ഭാഷ ഉറുദു. ഹയാത്തി സാദി, ഹയാത്ത് ഇ ജവീദ്. ഭാഷ ഉറുദു. സാഹിത്യകാരൻ അൽതാഫ് ഹുസൈൻ ഹാലി. അതുപോലെ നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിൽ എഴുതിയതാണ് നിബന്ധമാല. പിന്നെ എന്റെ ഗുരുനാഥൻ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ. എന്റെ ഗുരുനാഥൻ എല്ലാവർക്കും വളരെ വളരെ അറിയുന്ന കാര്യമാണ്. വള്ളത്തോൾ മഹാകവിയായ വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിൽ എഴുതിയതാണ്. അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയായിരിക്കും, ഒരുപാട് തവണ കേട്ടതാണല്ലോ. അപ്പോൾ മറാത്തി ഭാഷയിൽ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, മറാത്തി ഭാഷയിൽ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ എഴുതിയ പുസ്തകമാണ് നിബന്ധമാല. അതുപോലെ ഉറുദു ഭാഷയിൽ അൽതാഫ് ഹുസൈൻ ഹാലി, നേരത്തെ പറഞ്ഞ നമ്മുടെ അല്ലാമ ഇക്ബാൽ, അദ്ദേഹം സാരെ ജഹാംസ അച്ഛ കൃതിയുടെ കർത്താവാണല്ലോ.
അത് ഉറുദു ഭാഷ തന്നെയാണ്. ഇവിടെ വേറൊരു കവിയെ പറഞ്ഞിരിക്കുന്നത്, വേറൊരു സാഹിത്യകാരൻ ഉറുദു ഭാഷയെ പറഞ്ഞിരിക്കുന്നു. അൽതാഫ് ഹുസൈൻ ഹാലി. അദ്ദേഹത്തിന്റെ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട 2 ഗ്രന്ഥങ്ങൾ ഹയാത്ത് ഇ സാദി ആൻഡ് ഹയാത്ത് ഇ ജവീദ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് രചിച്ച സാഹിത്യകാരന്റെ പേര് അൽതാഫ് ഹുസൈൻ, ഭാഷ ഉറുദു. നിബന്ധമാല ഭാഷ മറാത്തി. രചിച്ചിരിക്കുന്നത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. എന്റെ ഗുരുനാഥനും ബാപ്പുജിയും ഇന്ത്യയുടെ കരച്ചിലൊക്കെ മഹാകവിയായ വള്ളത്തോൾ നാരായണ മേനോനാണ്. അതോടുകൂടി ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം താഴെ പറയും നോക്കൂ. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന നിരവധി കവിതകളും ഗാനങ്ങളും മലയാളത്തിലും രചിക്കപ്പെട്ടു. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് അംശി നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചരെ എന്ന ഗാനം. വരിക വരിക സഹചരെ, വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടക്കി പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ആ വരികൾ താഴെ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ സാധാരണക്കാർക്ക് അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തി പകർന്ന പ്രധാനപ്പെട്ട വരികളാണ് മലയാളത്തിൽ രചിച്ച വരിക വരിക സഹചരെ എന്ന് പറയുന്ന ഗാനം. എഴുതിയിരിക്കുന്നത് അംശി നാരായണ പിള്ള. അംശി നാരായണ പിള്ള രചിച്ച ഗാനമാണ് വരിക വരിക സഹചരെ എന്ന ഗാനം. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ച വ്യക്തി മലയാളത്തിന്റെ അംശി നാരായണ പിള്ള. ഇനി നോക്കൂ, അപ്പോൾ സാഹിത്യത്തിൽ വിവിധ പ്രസിദ്ധീകരണങ്ങൾ വഴി സാഹിത്യത്തിൽ എങ്ങനെയെല്ലാമാണ് ദേശീയത സ്വാധീനം ചെലുത്തി എന്നാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി അതുപോലെ കലയിലും ദേശീയത മാത്രമല്ല, കലയിലും സാഹിത്യത്തിൽ മാത്രമല്ല കലയിലും വ്യക്തമായിട്ട് ദേശീയതയുടെ സ്വാധീനം ഉണ്ടായി. ദേശീയത കലയിൽ ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ് ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ഒരു ജലഛായ ചിത്രമാണിത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരത മാതാവിനെയാണ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഭാരത മാതാവ് എന്ന സങ്കല്പം ആദ്യമായിട്ട് പൊതുവെയിൽ പ്രത്യക്ഷപ്പെട്ടത് ആര് അവതരിപ്പിച്ച നാടകമാണ്? ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രകുമാർ ടാഗോർ, അല്ലെ? ഇവിടെ ഭാരത മാതാവിനെ ഒരു ചിത്രീകരിച്ചുകൊണ്ട് ആ ഭാരത മാതാവ് എന്ന് പറയുന്നത്, ഭാരത മാതാവ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരവും അതുപോലെ തന്നെ വസ്ത്രവും ഉൾപ്പെടെ ഇന്ത്യ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരത മാതാവിനെ ചിത്രരൂപേണ ഒരു ചിത്രത്തിൽ വരച്ച ചിത്രകാരനാണ് അബീന്ദ്രനാഥ് ടാഗോർ. പേര് മറക്കരുത്, അബീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ, അദ്ദേഹം ഭാരത മാതാവിനെ എല്ലാവർക്കും, ഇന്ത്യൻ ജനങ്ങൾക്കൊക്കെ ആഹാരവും വസ്ത്രവും വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരത മാതാവിനെ ചിത്രത്തിൽ വരച്ച വ്യക്തിയാണ് ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിന് ഈ ചിത്രം നിർണായകമായ പങ്ക് വഹിച്ചു. തുടർന്ന് പല രൂപത്തിൽ ഭാരത മാതായുടെ ചിത്രം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചാരത്തിലായി. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായി അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചു. ആര് സ്ഥാപിച്ചു? അബനീന്ദ്രനാഥ് ടാഗോർ. അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. എവിടെ സ്ഥാപിച്ചു? കൽക്കത്തയിൽ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപകൻ ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ് ടാഗോർ. സ്ഥാപിച്ചത് കൽക്കത്തയിൽ. എന്താ ഉദ്ദേശം? അദ്ദേഹം പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനും ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും അതിനു വേണ്ടി രൂപീകരിച്ചതാണ് അബനീന്ദ്രനാഥ് ടാഗോർ കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്.
പാശ്ചാത്യ രീതി ഉൾക്കൊണ്ടുകൊണ്ട് മലയാളിയായ രാജാ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യ കൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു. ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യ കൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമാണ് നന്ദലാൽ ബോസ് തന്റെ ചിത്രങ്ങൾക്ക് വിഷയങ്ങളാക്കിയത്. സതി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം. സതി ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസ്. ഭാരതമാത ആരുടെ ചിത്രമാണ്? അബനീന്ദ്രനാഥ് ടാഗോർ. ഭാരതമാത ചിത്രം അബനീന്ദ്രനാഥ് ടാഗോർ. അതുപോലെ തന്നെ സതി ചിത്രം ചിത്രകാരൻ നന്ദലാൽ ബോസ്. ഓക്കെ, സതി നന്ദലാൽ ബോസ്, ഭാരതമാത അബനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയിൽ നിലനിന്ന ദുരാചാരങ്ങളൊന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണത്. ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ കാരണമായി. അദ്ദേഹത്തിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ, വില്ലേജ് ഡ്രമ്മർ എന്ന ചിത്രം 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ കാര്യം, അതായത് ഈ പറഞ്ഞ ഏത് വ്യക്തിയുടെ നന്ദലാൽ ബോസിന്റെ അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. അത് ഗ്രാമീണ ചെണ്ടക്കാരൻ വരച്ചിരിക്കുന്നത് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസിന്റെ മറ്റൊരു ചിത്രമാണ് സതി. സതിയും ഗ്രാമീണ ചെണ്ടക്കാരൻ രണ്ടും പിക്ചറുകളാണ്. രണ്ടും വരച്ചിരിക്കുന്നത് നന്ദലാൽ ബോസ്. അദ്ദേഹത്തിന്റെ ഈ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ഈ ചിത്രം 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ ഒരു പോസ്റ്ററാക്കി മാറ്റി, ആ ചിത്രങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഭാരതമാത, വരച്ചിരിക്കുന്ന അബനീന്ദ്രനാഥ് ടാഗോർ, ഈ കൊടുത്തിരിക്കുന്നത് രാജാ രവിവർമ്മ പുരാണത്തെ ആസ്പദമാക്കി കാളിദാസന് അഭിജ്ഞാന ശാകുന്തളത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. നമുക്ക് വളരെ ഫേമസ് ആയ സംഭവമാണല്ലോ. പിന്നെ താഴെ പറഞ്ഞിരിക്കുന്നത് സതി, നന്ദലാൽ ബോസിന്റെ സതി എന്ന് പറഞ്ഞ ചിത്രമാണ്. അടുത്ത പേജിലായിട്ട് ബാക്കി ചിത്രമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ നന്ദലാൽ ബോസും അബനീന്ദ്രനാഥ ടാഗോർ, നേരത്തെ പറഞ്ഞിരിക്കുന്ന നന്ദലാൽ ബോസിന്റെ രണ്ട് ചിത്രങ്ങൾ, ഒന്ന് സതി, രണ്ട് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ചെണ്ടക്കാരനാണ് 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചത്. അതുപോലെ തന്നെ സതി എന്ന് പറയുന്നത് അക്കാലത്തെ സതി എന്ന് പറയുന്ന ദുരാചാരത്തെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടായിരുന്നു. അബനീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രം ഭാരതമാത. അതിൽ ഭാരതമാതാവിനെ അവർ ജനങ്ങൾക്ക് അന്നവും വസ്ത്രവും വിജ്ഞാനവും നൽകുന്ന ഭാരതമാതാവും ചിത്രീകരിച്ചു. ഇനി നെക്സ്റ്റ് നോക്കൂ. അടുത്തതിലായിട്ട് നമ്മൾ നേരത്തെ കണ്ട ചിത്രങ്ങൾ നെക്സ്റ്റ് പേജിലും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഗ്രാമീണ ചെണ്ടക്കാരൻ. ലാൽ ബോസിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ. ഈ പിക്ചറാണ് കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനം നടന്ന വർഷം 1938. അതിൽ കോൺഗ്രസിന്റെ പോസ്റ്ററായിട്ട് നടന്ന ചിത്രമാണ് ഈ കണ്ടോ. ഹരിപുര സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പോസ്റ്ററായിട്ട് പ്രദർശിപ്പിച്ച ചിത്രമാണ് നന്ദലാൽ ബോസിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ. ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ്, അതിനുള്ള എല്ലാ ഇന്ത്യൻ ദേശീയതയിൽ ദേശീയ ഐക്യം വളർത്താൻ സഹായിക്കുന്ന ദേശീയ ചിഹ്നങ്ങളാണിവ. ഈ ഗ്രാമീണ ചെണ്ടക്കാരനും ഭാരതമാതാവും ഒക്കെ ദേശീയ ഐക്യം വളർത്താൻ സഹായിച്ച പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങളാണ്. ഇതോടൊപ്പം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ സഹായകമായി. സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത്. എന്ന് സ്വദേശി സമരകാലത്ത്. അതിന്റെ ആദ്യകാല രൂപം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഒരു അർദ്ധ ചന്ദ്രനും അടങ്ങിയതായിരുന്നു ആ പതാക. അതായത് ഈ
സ്വദേശി സമരകാലത്ത് ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്ത ത്രിവർണ പതാകയുടെ ഒരു മോഡൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകൾ, അതിൽ 8 താമരകളുണ്ട് ആ പതാകയിൽ. ആ 8 താമരകൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ. അതുപോലെ തന്നെ അർദ്ധചന്ദ്രൻ എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായ അർദ്ധചന്ദ്രൻ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകൾ പ്രതിനിധീകരിക്കുന്ന 8 താമരകളുമായിരുന്നു ആദ്യമായിട്ട് സ്വദേശി സമരകാലത്ത് രൂപം നൽകിയ ത്രിവർണ പതാകയുടെ ഒരു രൂപം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോടുകൂടി ദേശീയ പതാകയ്ക്ക് രൂപം നൽകി ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്നു ചർക്ക. 1947 ഇന്നത്തെ ത്രിവർണ പതാക. നേരത്തെ പറഞ്ഞു ഈ സ്വദേശി സമരകാല ത്രിവർണ പതാകയുണ്ട്, അതിനകത്ത് 8 പ്രവിശ്യ പ്രതീകമായിട്ട് താമരകൾ, മുസ്ലിം ഹിന്ദു സൗഹാർദ്ദ പ്രതീകമായിട്ട് അർദ്ധചന്ദ്രൻ. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന ത്രിവർണ പതാക സ്വീകരിച്ചത് അത് 1947. നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ദേശീയ പതാക അത് സ്വീകരിച്ചത് സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യ വർഷം തന്നെയാണ് 1947. അതിൽ കാണുന്ന ദേശീയ മുദ്ര എന്ന് പറയുന്നത് സാരാനാഥിലെ അശോക സ്തംഭത്തിനടുത്താണ്. കേട്ടിട്ടുണ്ടായിരിക്കും, ഒറീസയിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിനടുത്തതാണ് ദേശീയ പതാകയിൽ കാണുന്ന, നമ്മുടെ ദേശീയ പതാകയിൽ കാണുന്ന ഏത് ആ അശോക സ്തംഭം, ദേശീയ മുദ്ര കേട്ടോ. അശോക സ്തംഭത്തിനടുത്താണ് നമ്മൾ കാണുന്ന ദേശീയ മുദ്ര എന്ന് പറയുന്നത്. ദേശീയ ഗീതങ്ങളും ചിത്രങ്ങളും ചിഹ്നങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലുടനീളം ഉപയോഗിക്കപ്പെട്ടു. ഇത് ഇന്ത്യൻ ജനതയിൽ ദേശീയ ബോധം വളർത്താൻ നിർണായക പങ്ക് വഹിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ത്രിവർണ പതാക രൂപം നൽകിയത് സ്വദേശി സമരകാലത്ത്. അന്നത്തെ ത്രിവർണ പതാകയിലെ 8 താമരകൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകൾ. അർദ്ധചന്ദ്രൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകം. എന്തിന്റെ പ്രതീക? ചർക്ക എന്തിന്റെ പ്രതീകമാണ്? ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിന്റെയും എതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകം. ഇന്നത്തെ ദേശീയ പതാക സ്വീകരിച്ചത് എന്ന് വർഷം 1947. ദേശീയ മുദ്ര സ്വീകരിച്ചത് ഇവിടുന്ന് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. ഓക്കെ, ഇനി ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ചത് 19-ാം നൂറ്റാണ്ടിലാണെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ സമരം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് പരമാധികാരമുള്ള രാജ്യത്ത് ഇന്ത്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കാൻ അവർ ആഗ്രഹിച്ചു. സ്വതന്ത്രവും സമത്വവും പരമാധികാരവും നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ തീവ്രമായ ആഗ്രഹം സാഹിത്യം, കല, വിദ്യാഭ്യാസം, പത്രപ്രവർത്തനം, സാമൂഹിക പരിഷ്കരണം എന്നീ മേഖലകളിൽ പ്രതിഫലിച്ചു. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ മേഖല, പത്രം എടുത്താലും സാഹിത്യം എടുത്താലും കല എടുത്താലും വിദ്യാഭ്യാസം എടുത്താലും എല്ലാത്തിലും ആ സാമൂഹിക പരിഷ്കരണമാണെങ്കിലും അതിലൊക്കെ ദേശീയതയിൽ ഊന്നിയ ഒരു സ്വതന്ത്ര ബോധം അവർക്കുണ്ടായിരുന്നു. അതാണ് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഏറ്റവും ഉണർവേകിയ സംഭവ വികാസങ്ങൾ. ഇനി ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ മാഡം കാമ ത്രിവർണ പതാക, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളായിരുന്നു മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് അവരായിരുന്നു. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗേർട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ഉയർത്തിയത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കണ്ടന്റ് നോക്കും. മാഡം കാമയെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. അവര് വാഞ്ചി അയ്യരെ കുറിച്ച്
എഴുതിയിട്ടുണ്ട്. വാഞ്ചി അയ്യർ ആരാണ്? വാഞ്ചി അയ്യർ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു വാഞ്ചി അയ്യർ. അവരെ കുറിച്ച് തന്റെ വന്ദേ മാതരം എന്ന പുസ്തകത്തിൽ, എന്ന പ്രസിദ്ധീകരണം, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മാഡം കാമയെ കുറിച്ച് പറയുമ്പോൾ വന്ദേ മാതരം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം എഴുതിയ വ്യക്തിയാണ്, വനിതയാണ് മാഡം കാമ. മാഡം ഭിക്കാജി കാമ എന്നാണ് മുഴുവൻ പേര്. ഇപ്പോൾ വന്ദേമാതരത്തെ കുറിച്ച് 3 ചോദ്യങ്ങൾ തൊട്ടു മുന്നേ പറഞ്ഞു, എങ്കിലും പറയാണ്. വന്ദേമാതരം എന്ന പ്രസിദ്ധീകരണം എഴുതിയിരിക്കുന്നത് മാഡം കാമ. വന്ദേമാതരം എന്ന പത്രം ആരംഭിച്ചത് ലാലാ ലജ്പത് റായ്. വന്ദേമാതരം എന്ന ദേശീയ ഗീതം എഴുതിയിരിക്കുന്നത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെ? വന്ദേമാതരം ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ. ഇനി ഇവിടെ പറയുന്ന നോക്കൂ, ഈ മാഡം കാമയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതയാണ് മാഡം ഭിക്കാജി കാമ. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി. അത് വ്യക്തി എന്ന് പറയുമ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ, ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ഒരു പ്ലാറ്റ്ഫോമിൽ, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ വ്യക്തി മാഡം ഭിക്കാജി കാമ. അവര് 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗേർട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിനാണ് ത്രിവർണ പതാക ഉയർത്തിയത്. ആദ്യമായിട്ട് ഇന്ത്യയുടെ ത്രിവർണ പതാക അന്താരാഷ്ട്ര വേദിയിൽ ഉയർത്തിയ വ്യക്തി മാഡം ഭിക്കാജി കാമ. അത് വർഷം 1907, സ്ഥലം ജർമ്മനിയിലെ സ്റ്റഡ്ഗേർട്ട്. ഏത് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട്? 2ാം ഇന്റർനാഷണൽ. അപ്പോൾ ആ ഒരു പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന കാര്യം ആലോചിക്കട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഈ പാഠത്തിന്റെ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുള്ള തുരുതുരാ ചോദ്യങ്ങളുള്ള സംഭവം തന്നെയാണ് ഈ പാഠം, അല്ലെ? അറിയാലോ. അതായത് ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ തങ്ങളുടെ ഓരോ കൃതികളിലൂടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും കലയിലൂടെയും സാഹിത്യത്തിലൂടെയൊക്കെയാണ് ദേശീയത പ്രചരിപ്പിച്ചത്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളിനകത്ത് ബന്ധപ്പെട്ട കാര്യം ഒരിക്കൽ കൂടെ ജസ്റ്റ് പറഞ്ഞു പോകാട്ടോ. ഓക്കെ, അപ്പൊ അത് ആദ്യം പറഞ്ഞു. ദേശീയത എന്താണ്? ദേശീയത ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യമാണ് ദേശീയത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നേടാൻ വേണ്ടി ധാരാളം സ്ഥാപനങ്ങൾ അവർ നടത്തി. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപകൻ വില്യം ജോൺസ്, കൽക്കട്ട മദ്രസയുടെ സ്ഥാപകൻ വാറൻ ഹേസ്റ്റിങ്സ്, ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപകൻ ജോനാഥൻ ഡങ്കൻ. അതുപോലെ രാജ്യത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് മെക്കാളെ പ്രഭു ആണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. LDCക്ക് ചോദിച്ചതാണ്. അത് പറഞ്ഞ വ്യക്തി മെക്കാളെ പ്രഭുവാണ്. അതുപോലെ തന്നെ സയന്റിഫിക് സൊസൈറ്റി, ദേശീയതയുമായി ബന്ധപ്പെട്ട സയന്റിഫിക് സൊസൈറ്റികൾ, ഒന്ന് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി ആരംഭിച്ചത് കൽക്കട്ടയിലാണ് 1825. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി ആരംഭിച്ചത് കൽക്കട്ടയിൽ തന്നെ 1838. അതുപോലെ മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിലാണ് 1876. ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിച്ചത് ബനാറസിൽ 1861. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചതാണ് അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി 1884. അതുപോലെ തന്നെ ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ബീഹാറിൽ 1868. അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നിരന്തരം പറഞ്ഞ രാജാറാം മോഹൻ റോയ്, അദ്ദേഹത്തെ കുറിച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന്റെ
ആധുനിക വൽക്കരണത്തിനായി ആദ്യമായിട്ട് വാദിച്ചയാൾ ആരാണ്? രാജാറാം മോഹൻ റോയ്. സതി എന്ന ദുരാചാരത്തെ അദ്ദേഹം എതിർത്തു. അതിനുവേണ്ടി അദ്ദേഹം സ്ഥാപിച്ചതാണ് ബംഗാളിൽ ബ്രഹ്മസമാജം. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് വിധവകളുടെ പുനർവിവാഹം നടത്തിയ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഈ പാഠത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ബ്രിട്ടീഷ് സർക്കാർ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കിയ വർഷം 1856. അതുപോലെ വിധവകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ചതാണ് ശാരദാ സദൻ. പണ്ഡിത രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ചതാണ് ശാരദാ സദൻ. പിന്നെ ആര്യ സമാജം സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജം ഒക്കെ റിപ്പീറ്റ് പറയാണ് ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. ഹിതകാരിണി സമാജം വീരേശ ലിംഗം. സത്യശോധക് സമാജം ജ്യോതിബ ഫുലെ. സ്വദേശ സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീ നാരായണ ഗുരു. അതൊക്കെ രാജ്യത്തെ പ്രവർത്തിച്ച വളരെ പ്രധാനപ്പെട്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. അതുപോലെ തന്നെ പത്രങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ പാഠത്തില്. ആദ്യമായിട്ട് ബംഗാളിലെ ആദ്യ സുലഭ സമാചാരെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് വേണ്ടി നയങ്ങൾക്കെതിരെ ദേശീയ കാഴ്ചപ്പാടോട് കൂടിയിട്ട് പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തി വീണ്ടും ആരണ്യാണ്? രാജാറാം മോഹൻ റോയ്. നേരത്തെ പറഞ്ഞ ബ്രഹ്മസമാജം സ്ഥാപകൻ. രാജ്യത്ത് ആദ്യമായിട്ട് സതിക്കെതിരെ പോരാടിയ വ്യക്തിയൊക്കെ ബ്രഹ്മസമാജ സ്ഥാപകനും കൂടിയായ രാജാറാം മോഹൻ റോയ് ആണ് ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി. അദ്ദേഹത്തിന്റെ 2 പത്രങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പലവട്ടം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംബാദ് കൗമുദി. അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രം മിറാത്ത് ഉൽ അക്ബർ. മിറാത്തുൽ അക്ബർ ഭാഷ പേർഷ്യൻ, സംബാദ് കൗമുദി ഭാഷ ബംഗാളി. ഈ പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയതാണ് പ്രാദേശിക പത്രനിയമം. പ്രാദേശിക പത്ര നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് പ്രഭു ലിട്ടൺ പ്രഭുവാണ്. വർഷം 1878. അതുപോലെ 1800 ഇനി വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാ പറഞ്ഞു കഴിഞ്ഞ പാഠത്തില് 1884 GG അഗാർക്കർ, ബാല ഗംഗാധര തിലക്, അതുപോലെ തന്നെ മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്നുകൊണ്ട് സ്ഥാപിച്ചതാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. വർഷം 1884. സ്ഥാപകർ GG അഗാർക്കർ, ബാല ഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. സ്ഥലം പൂനെ. സ്ഥാപനത്തിന്റെ പേര് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. അപ്പൊ ദേശീയ കാഴ്ചപ്പാടോട് കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ സംഭവം. ദേശീയ കാഴ്ചപ്പാടോട് കൂടിയാണ് ഇത് രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. നമ്മൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, വിദ്യാഭ്യാസം പറഞ്ഞു. ഇനി ഈ പത്രങ്ങളുടെ ഒരുപാട് കാര്യം ഇനിയും പറഞ്ഞിട്ടുണ്ട്. അതായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശേഷം DK കാർവെയാണ് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ. സ്ഥലം മഹാരാഷ്ട്ര. വർഷം 1916. പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സ്ഥാപനമാണ് സർവകലാശാലയാണ് ബംഗാളിലെ വിശ്വഭാരതി സർവകലാശാല. അതുപോലെ തന്നെ അലിഗഡിൽ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും സക്കീർ ഹുസൈൻ MN അൻസാരി സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ.
അതുപോലെ ഈ കലകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി മഹാകവി വള്ളത്തോൾ തൃശ്ശൂരിൽ സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം. അതുപോലെ തന്നെ ഈ മഹാത്മജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി വാർധാ വിദ്യാഭ്യാസ പദ്ധതി. അതിൽ ലക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ തൊഴിലധിഷ്ഠിതം ഏത് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഏതെങ്കിലും തൊഴിലുകൾ പഠിക്കണം എന്നായിരുന്നു. അതിനെ ബന്ധപ്പെടുത്തി പറയുന്ന പേരാണ് ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഗാന്ധിജി വിഭാവനം ചെയ്ത ഇതിനെ നയി താലിം, നൂതന വിദ്യാഭ്യാസ പദ്ധതിയെ അദ്ദേഹത്തിന് ആ വാർത്താ വിദ്യാഭ്യാസം അദ്ദേഹം അറിയപ്പെടുന്ന പേര് നയി താലിം എന്നാണ്. 1937 വാർത്താ സമ്മേളനം ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു. ഓക്കെ, പിന്നെ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ സാഹിത്യത്തിൽ എന്തെല്ലാം രംഗങ്ങളിൽ ദേശീയത എന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ കഥകളിലൂടെയും നാടകങ്ങളിലൂടെയും നോവലുകളുടെയും ഒക്കെ ശക്തമായ പ്രതിഷേധം കാഴ്ചവെച്ചു. അതിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ശിശിർ കുമാർ ഘോഷും സത്യനാഥ ടാഗോറുമാണ്. അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായിട്ട് അവതരിപ്പിച്ച നാടകകൃത്തുക്കൾ ശിശിർ കുമാർ ഘോഷും സത്യനാഥ ടാഗോറുമാണ്. അതുപോലെ തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹം ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട നോവലിനെ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള ഒരു മാധ്യമമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ പ്രശസ്ത നോവലാണ് ആനന്ദമഠം. അതിന്റെ വിഷയം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപമായിരുന്നു. ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. പുസ്തകം ആനന്ദമഠം. അതുപോലെ തന്നെ ബംഗാളി നാടകകൃത്ത ദിനബന്ധു രചിച്ച ഗ്രന്ഥമാണ് നീൽ ദർപ്പൺ. അതിനകത്തെ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചു. അതുപോലെ ഈ നീൽ ദർപ്പണിൽ പരാമർശിച്ച നീലം കർഷകരുടെ പ്രശ്നം പഠിക്കാൻ വേണ്ടി സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആധികാരിക രാഷ്ട്രീയ പ്രസ്ഥാനം അതിനകത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു. അപ്പൊ നീൽ ദർപ്പൺ രചയിതാവ് ദിനബന്ധു മിത്ര ആണ് കേട്ടോ. പിന്നെ സാരേ ജഹാംസെ അച്ഛ എന്ന പ്രശസ്ത ഗാനം എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാം അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. കൃതികൾ 2-3 കൃതികൾ പറയുന്നുണ്ട്, കുറച്ച് കൃതികളുണ്ട്. ഗോരയും ഗീതാഞ്ജലിയും രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ. സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എഴുതിയിരിക്കുന്നത് പ്രേംചന്ദ്. ഭാഷ ഹിന്ദിയാണ്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതി രചിച്ചു. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. ഭാഷ തമിഴാണ്. അതുപോലെ തന്നെ ഹയാത്തി സാദി, ഹയാത്തി ജവീദ് രചിച്ചിരിക്കുന്നത് അൽതാഫ് ഹുസൈൻ. ഭാഷ ഉറുദു. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിത്നകർ. ഭാഷ മറാത്തി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന 3 പ്രശസ്തമായ പുസ്തകങ്ങൾ ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്റെ ഗുരുനാഥൻ ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, ഇത് രചിച്ചിരിക്കുന്നത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. ഭാഷ മലയാളമാണ്. അതുപോലെ ജനങ്ങളാകെ ആവേശം കൊള്ളിച്ച ദേശീയ പ്രസ്ഥാനത്തിന് ആവേശവും ഊടും പകർന്ന ഒരുപാട് ഗാനങ്ങളൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മലയാളത്തിലുണ്ട്. മലയാളത്തില് അംശി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരെ എന്ന് പറയുന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. അതുപോലെ ലാസ്റ്റ് കലയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹം സ്വദേശി സമയത്ത് വരച്ച ഛായാചിത്രം വളരെ ഫേമസ് ആണ്. അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് രൂപീകരിച്ചു. കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ച വ്യക്തി അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. അതുപോലെ തന്നെ രാജാ രവിവർമ്മ ധാരാളം പുരാണ കൃതികൾ ആസ്പദമാക്കി ചിത്രങ്ങൾ വരച്ചു. അത് നന്ദലാൽ ബോസ് വരച്ച പ്രധാന ചിത്രമാണ് സതി വരച്ചിരിക്കുന്നത് നന്ദലാൽ ബോസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. നന്ദലാൽ ബോസ് വരച്ച മറ്റൊരു പ്രധാന ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ.
ഈ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ഈ പുസ്തകത്തില് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1938 നടന്ന ഹരിപുര സമ്മേളനത്തിൽ 1938 ഹരിപുര സമ്മേളനത്തിൽ ഈ ചിത്രം അഥവാ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ഈ ചിത്രം നന്ദലാൽ ബോസിന്റെ ഈ ചിത്രം പോസ്റ്ററായിട്ടും പ്രദർശിപ്പിച്ചു. അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശീയ ഗാനം വളരെ ഫേമസ് ആ, എല്ലാവർക്കും അറിയാം, നമ്മുടെ ജനഗണമന. പിന്നെ ആദ്യമായിട്ട് സ്വദേശി സമരകാലത്താണ് ദേശീയന് ആദ്യമായിട്ട് ത്രിവർണ പതാക രൂപം നൽകിയത്. ആ ത്രിവർണ പതാകയിലെ 8 താമരകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെയും അർദ്ധചന്ദ്രൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകവുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ന് കാണുന്ന ദേശീയ പതാക ആദ്യമായി സ്വീകരിച്ചത് 1947. അതിലെ അശോക സ്തംഭം എടുത്തിരിക്കുന്നത് സാരനാഥിൽ നിന്ന്. പിന്നെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന മാഡം ഭിക്കാജി കാമയുടെ പ്രത്യേകത, അവര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായ പ്രമുഖ ധീര വനിത. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ വ്യക്തിയാണ് മാഡം കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ വ്യക്തിയാണ് ആര്? മാഡം ഭിക്കാജി കാമ. അപ്പോൾ സംസ്കാരവും ദേശീയതയും ബന്ധപ്പെട്ട ഇതില് തുരിതരാ ചോദ്യങ്ങളുടെ ഒരു കലവറ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണെങ്കിലും പത്രങ്ങൾ ആണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും സാഹിത്യമാണെങ്കിലും കലയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ധാരാളം ചോദ്യങ്ങൾക്കാണ് വീണ്ടും വീണ്ടും കേൾക്കുക, ഓർമ്മയിൽ വെക്കുക, മെമ്മറി ഒരിക്കലും കളയരുത്. നിരന്തര ചോദ്യങ്ങൾക്കുള്ള ഒരു അക്ഷയപാത്രമാണ് നമ്മുടെ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അപ്പം let us conclude the session. Have a nice day. Once again, wish all success in your field. Hello.